അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഇതിനായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് പകരമായിട്ട് ബട്ടർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറ്റൽമുളകൊന്നും ചേർക്കുന്നില്ല. കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നു. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വയന്ന് വരണം. ഒരുപാടങ്ങ് വയന്ന് ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വയന്ന് വന്നാൽ മതി. പിന്നെ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, ബട്ടറും വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 6 വെളുത്തുള്ളി അലികൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചതച്ചെടുക്കുകയോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാവും. അതൊരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവില്ല. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഓഫീസിൽ പോകുന്നവർക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഇതുപോലെയൊക്കെ തയ്യാറാക്കുക. നല്ല ടേസ്റ്റാണ്. തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തക്കാളി ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കുട്ടികൾ പച്ചക്കറികളൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാബേജ്, ബീൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, വെറും തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ പച്ചക്കറികൾ കുറച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. തക്കാളി ജസ്റ്റ് ഒന്ന് വാടി വരണം. വേണമെങ്കിൽ മൂടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പം എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ്. അപ്പം ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഇതൊന്ന് ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് വശത്തേക്ക് ഇങ്ങനെ വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 4 മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മസാല വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇഡ്ഡലിയിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാണ് ഇഡ്ഡലി വേവിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. മസാല വഴറ്റുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഡ്ഡലിയാണ്. ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മുട്ട ഇങ്ങനെ തന്നെ ഇരിക്കണം. 6 ഇഡ്ഡലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 6 ഇഡ്ഡലിക്ക് ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക്
കുത്തിപ്പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇഡ്ഡലി പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കുത്തിപ്പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഈ മുട്ടയായിട്ട് ഈ ഇഡ്ഡലി മിക്സായി വരണം, എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഡ്ഡലി നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് പൊടിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ഡ്രൈ ആയി വരണം. ഈ ഒരു സമയം ഉപ്പ് ചേർക്കുക. നമ്മൾ ഇഡ്ഡലിയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടില്ല. ആ ഒരു സമയം വേണം ചേർക്കാൻ. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്താൽ മതി. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പൊടിയായിട്ട് ഇത് ഡ്രൈ ആയി വരണം. അപ്പം നമ്മളിത് ഇളക്കി കൊടുക്കും തോറും പൊടിയായിട്ട് ഡ്രൈ ആയിട്ട് വരും. 4-5 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം 4-5 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ലാസ്റ്റിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റിൽ നമ്മൾ കുറച്ച് മല്ലിയില കുറച്ചധികം ഇടുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. 4 മണിക്ക് ചായയുടെ കൂടെയും കഴിക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഡ്ഡലി ബാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ടയും ഇഡ്ഡലിയും വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുകയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഡ്ഡലി മുട്ടയും വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്